ഇന്ന് കാസർഗോഡ് സ്റ്റൈൽ മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എന്നെ കെട്ടിച്ചു വിട്ടത് കാസർഗോഡാണ്, എൻ്റെ ശരിക്കുള്ള വീട് കോട്ടയാണ്. അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കിയാലോ. അതിൻ്റെ നമുക്ക് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് നല്ലതായിട്ട് ചൂടാക്കി എടുക്കണം. അതും പൊടിച്ചെടുക്കണം. നമുക്ക് ചുമലമുളക് വെള്ളത്തിൽ ഇട്ടും കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചുമലമുളക് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ മാങ്ങയിൽ അത്യാവശ്യം നമ്മുടെ മാങ്ങ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ മുളക് എടുക്കാവുള്ളൂ. കാരണം നല്ല എരിവുള്ള മുളകാണെങ്കിൽ അറിയാമല്ലോ, ഭയങ്കര എരിവായിരിക്കും അച്ചാറിട്ട് കഴിയുമ്പോഴത്തേക്ക്. നമുക്ക് പിന്നെ കടുക് ഞാൻ ഓൾറെഡി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കടുക് ഉലുവയും കൂടെ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ട് മിക്സ് ആക്കണം. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഉപ്പിടണം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ടിരുന്ന മാങ്ങയാണല്ലോ, അപ്പം ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഉപ്പ് ഇട്ട് നല്ലപോലെ ഇച്ചിരി ഏറെ വിനാഗിരി ഒഴിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കാസർഗോഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഉള്ള മാങ്ങ അച്ചാർ. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ പൊതുവെ കടുക് വറുത്താണ് ലാസ്റ്റ് ഇടുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി എണ്ണയിൽ ഞാൻ വെളുത്തുള്ളിയും കടുകും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഇതാക്കിയിട്ട് കടുക് വറുത്തിടുന്നുണ്ട്. പിന്നെ കുറച്ച് ലേശം കായവും കൂടെ ഇടുന്നുണ്ട്. പറഞ്ഞു തരുമ്പോഴത്തേക്ക് കാസർഗോഡ് സ്റ്റൈലിൽ പകുതിയായിട്ടുള്ളൂ. ബാക്കി ലാസ്റ്റിൽ നമ്മുടെ രീതിയിലാണ് അച്ചാർ ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇച്ചിരി സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് അയലയും കൂടെ വറക്കുന്നുണ്ട് ചോറുണ്ണാനായിട്ട്. അപ്പം ഇന്ന് ചോറിന് കറി എന്ന് പറയുന്നത് അയല വറുത്തതും അയലക്കറിയും പിന്നെ നമ്മുടെ മോരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അച്ചാറും ഉണ്ടായിരുന്നു. അച്ചാറിൻ്റെ കാര്യം അറിയാമല്ലോ, കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് അവസരം കോട്ടയം രീതിയിൽ എത്തിയല്ലോ. അപ്പോൾ വേറൊരു വീട് നാളെ കാണാം. ബായ്.